ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. ഇൻ്റർനാഷണൽ സ്പീച്ച് കണ്ടൻസ് ചെയർ, പ്രിയ ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ ആവർത്തിച്ചു വരുന്ന ഒരു വചനത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. 55 വചനങ്ങളും 3 റുക്കുകളുമുള്ള ഈ അധ്യായം മക്കയിലാണ് അവതരിച്ചത്. അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും എന്നതിന് ദൃഷ്ടാന്തമായി ചന്ദ്രൻ പിളർന്ന സംഭവം പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് അൽ ഖമർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. ദൈവിക ദൃഷ്ടാന്തങ്ങളെ മാന്ത്രിക വിദ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ, സ്വേച്ഛകളെ പിന്തുടർന്ന സത്യനിഷേധികൾക്കുള്ള താക്കീതാണ് ഈ അധ്യായം. ഇനി നമുക്ക് ആയത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നിശ്ചയമായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കാനായി ആരെങ്കിലും ഉണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കഴിഞ്ഞ സൂക്തങ്ങളിൽ ഗതകാല ചരിത്രങ്ങൾ അഥവാ പ്രവാചക സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ ആണ് അള്ളാഹു പറഞ്ഞു തുടങ്ങിയത്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെക്കുറിച്ചായിരുന്നു ആദ്യ പരാമർശം. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത അദ്ദേഹത്തെ കളവാക്കി ഭ്രാന്തനെന്ന് മുദ്രകുത്തി അദ്ദേഹത്തിൽ നിന്ന് അകന്നു നടന്നു. ഒടുവിൽ നിരാശനായി നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ പരാജിതനായിരിക്കുന്നു റബ്ബേ. അപ്പോൾ ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു, ശക്തമായ മഴ വർഷിച്ചു, ഭൂമിയിൽ നിന്ന് ഉറവുകൾ പൊട്ടിയൊഴുകി, ഇരുജലവും സംഗമിച്ചു, ഒരു മഹാപ്രളയം രൂപം കൊണ്ടു. അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലായി. അള്ളാഹു സത്യവിശ്വാസികളെ കപ്പലിൽ സഞ്ചരിപ്പിച്ചു, രക്ഷപ്പെടുത്തി. സത്യനിഷേധികൾ മുങ്ങിയൊടുങ്ങി. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സംഭവം ഒരു ചരിത്ര പാഠമായി അവശേഷിപ്പിച്ചു. ഒടുവിൽ ചോദിച്ചു, ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഉത്ബോധനം ചെവിക്കൊള്ളാനായി ആരെങ്കിലും ഉണ്ടോ എന്ന്. തുടർന്ന് 7 രാത്രിയും 8 പകലും വീശിയടിച്ച ഉഗ്രമായ കാറ്റിനാൽ നശിപ്പിക്കപ്പെട്ട ആദ് സമുദായം, ഘോരശബ്ദത്താൽ നശിപ്പിക്കപ്പെട്ട നമൂദ് സമുദായം, ചരൽ വർഷത്താൽ നശിപ്പിക്കപ്പെട്ട ലൂത്തിൻ്റെ ജനത, മഹാപ്രളയത്തിൽ മുങ്ങിച്ചത്ത ഫിറോനും കൂട്ടരും, ഇവർക്കെല്ലാം ലഭിച്ച ശിക്ഷകളെ ഉണർത്തിക്കൊണ്ട് അള്ളാഹു 4 തവണ ഈ ചോദ്യം ഈ സൂറത്തിലൂടെ ചോദിക്കുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഖുർആനിലെ ഉത്ബോധനങ്ങൾ ചെവിക്കൊള്ളാനുള്ള സവിശേഷമായ ഒരു ആഹ്വാനമാണ് ഈ സൂക്തം. ഈ സൂറത്തിൻ്റെ സന്ദർഭവും പശ്ചാത്തലവും നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഗൗരവപരമായ മറ്റൊരാശയമാണ്. ധിക്കാരികളായ ജനതയ്ക്ക് വന്നു ഭവിച്ച ശിക്ഷകളെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. മനുഷ്യനെ ഉത്ബോധിപ്പിക്കാനുള്ള മഹത്തായ പാഠമാണ് ഈ ശിക്ഷകൾ. ശിക്ഷകൾ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് വീണ്ടും വിചാരത്തിനുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. ഇത് വരുന്ന തലമുറയ്ക്ക് ഒരു പാഠവും പകർന്നു നൽകുന്നുണ്ട്. ശിക്ഷകൾ കഠിനമായ മാർഗങ്ങളാണ്. ചിലപ്പോൾ അവർ തിരിച്ചു വന്നേക്കാം, അല്ലെങ്കിൽ നശിച്ചു പോയേക്കാം. എന്നാൽ ഖുർആനിലെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ആഹ്വാനങ്ങളും ബുദ്ധിപരമായ അവതരണവും എല്ലാം ചിന്തിപ്പിക്കുന്നതും സന്മാർഗം കാട്ടിത്തരുന്നതുമാണ്. സത്യവിശ്വാസത്തിലേക്കുള്ള എളുപ്പവഴിയാണ് ഖുർആനിലെ ഉത്ബോധനങ്ങൾ. എന്നാൽ ഈ ഉത്ബോധനങ്ങൾ ചെവിക്കൊള്ളാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ശിക്ഷയ്ക്കായി വാശി പിടിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. നന്മയുടെയും തിന്മയുടെയും 2 മാർഗങ്ങൾ ഖുർആൻ കാണിച്ചു തരുന്നുണ്ട്. അതിനാൽ ശിക്ഷയിലൂടെ സത്യം തിരിച്ചറിയുന്നതിനേക്കാൾ ഖുർആനിലൂടെ സത്യം തിരിച്ചറിയുന്നതാണ് എളുപ്പം എന്ന് മനസ്സിലാക്കണം. ഒരാൾ സത്യത്തിലൂടെയുള്ള എളുപ്പവഴി സ്വീകരിച്ചാൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും. ഇത്തരം പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ
അള്ളാഹു 16-ാം ആയത്തിൽ ചോദിച്ചതുപോലെ എൻ്റെ ശിക്ഷയും താക്കീതും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നാമും സ്വയം ചോദിക്കണം. അള്ളാഹുവിൻ്റെ ഈ ഗൗരവതരമായ ചോദ്യങ്ങളും ആഹ്വാനങ്ങളും ഒന്നു മാത്രമാണ് നാം നേരിടുന്ന സകല പ്രതിസന്ധികൾക്കുമുള്ള ഒറ്റമൂലി. ഈ അവസരത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഞാൻ ഓർത്തു പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം സംശുദ്ധമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനോട് നിങ്ങൾക്ക് മടുപ്പ് വരില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഖുർആനിലേക്ക് നോക്കാത്ത ഒരു ദിവസം പോലും വന്നു പോകുന്നതിനെ ഞാൻ ഭയക്കുന്നു. എത്ര ചിന്തനീയമായ വാക്കുകൾ! അതുകൊണ്ട് നാം ഖുർആനിലേക്ക് പ്രവേശിക്കുക. അള്ളാഹുവിൻ്റെ ഉത്ബോധനമാകുന്ന ഖുർആനിലെ വചനങ്ങളെ അഥവാ ഖുർആനെ നെഞ്ചോട് ചേർത്ത് ജീവിതം പരിവർത്തിപ്പിക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.